വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ലക്ഷ്യ. അപ്പം നമ്മൾ ഇന്നൊരു സർവേക്ക് പോവാണ് ഗൈസ്. ഇതാ ബാക്കിലേക്ക് ഇരുന്ന് മാങ്ങിക്കുന്നുണ്ട്. സോ അതെ ഗൈസ്, അപ്പം നമ്മളെല്ലാവരും കൂടി ജോളിയായിട്ട് പോവാണ്. നമ്മളുടെ ഫൈനൽ ഇയർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ മാത്രമല്ല ഗൈസ്, വേറെ കുറേ പേരും കൂടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്നുള്ളത് വൈപ്പിങ്ങിലാണ്. കണ്ടോ ഗൈസ്, എൻ്റെ ഫ്രണ്ടിൽ കുറേ പേര് നടന്ന് പോകുന്നുണ്ട്. ഞാൻ മാങ്ങയൊക്കെ കഴിച്ചു ഗൈസ്. മീനാക്ഷി കമോൺ. ഹലോ. യെസ് അനഘ, ഒരു ഹായ് പറ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? മാങ്ങ വേണോന്ന് ഗൈസ്. ഗൈസ് കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. തടി കഷ്ണങ്ങൾ, പിന്നെ കുറച്ച് പറമ്പാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇങ്ങനെ കുറച്ച് നല്ല 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 പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ കണ്ടോ, പക്ഷെ സ്ഥലങ്ങൾ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നമ്മളൊക്കെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് വളപ്പല്ലേ, വളപ്പ് ഗൈസ്. അത്യാവശ്യം നല്ല വെയിലുണ്ട് കണ്ടോ. ലോങ്ങാണോ? തിരിച്ചെങ്ങനെ പോകുന്ന ഒരെത്തുംപിടിയില്ല ഗൈസ്. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ അറിയാവുന്ന ഒരുത്തി പോകുന്നുണ്ട്. സോ അവളുടെ പിന്നാലെ നമ്മൾ പോവുകയാണ്. നമ്മളുടെ വരികാട്ടി അവളാണ് ഗൈസ്. അവളെ ഞാൻ പിന്നെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം നല്ല വെയിലുണ്ട് കണ്ടോ, അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ എന്ത് ചെയ്യാനാണ് ഗൈസ്. പ്രൊജക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫൈനൽ ഇയറിൽ മാർക്ക് കിട്ടുകയുള്ളൂ. സോ കഷ്ടപ്പാടാണ് ഗൈസ്. നമ്മളിന്ന് കുറച്ച് സർവേ എല്ലാവരും എടുക്കണം. അങ്ങനെ നമ്മൾ എന്നിട്ടത് ഇവിടെ നമ്മൾ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ കയറിയായിരുന്നു. അവളുടെ വീട് ഇവിടെ അടുത്താണ്. അപ്പം അതേ അവളുടെ പട്ടിക്കുട്ടി നമ്മളുടെ മെസ്സി ഉണ്ട് നമ്മളുടെ ഒപ്പം ചേരുന്നു. അതിനുശേഷം നമ്മുടെ മെയിൻ ടാസ്ക് സർവേ എടുക്കുന്നു. കുറച്ചെടുക്കാൻ പറ്റുള്ളൂ, എന്നാലും നമ്മളെടുത്തു ഗൈസ്. നമ്മളപ്പോൾ കുറച്ച് വീട്ടിൽ നിന്നൊക്കെ നമ്മൾ സർവേ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി പോകാനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇതിലാണ് ഗൈസ്. യെസ്, അങ്ങനെ നമ്മൾ 1-2 സർവേ ഒന്നും അല്ല കേട്ടോ, കുറച്ചധികം സർവേ നമ്മളെടുത്തായിരുന്നു. അതായത് നമ്മൾ ഒരു 10-12 മാക്സിമം ഇന്നെടുക്കണം എന്നുള്ളതിലാണ് പോയത്. പക്ഷെ നമുക്ക് 22 സർവേ എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സക്സസ് ആയിട്ടുണ്ട് സംഭവം. പിന്നെ ഞാൻ എല്ലാമൊന്നും വീഡിയോ എടുത്തില്ല, കാരണം അവിടെയുള്ളവർ എങ്ങനെ ആൾക്കാരാണെന്ന് അറിയത്തില്ല. സോ ചിലവർക്ക് നമ്മളിങ്ങനെ മൊബൈൽ എടുത്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. സോ ഞാൻ ഇപ്പോൾ ഒറ്റ വീഡിയോ ആണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. സോ സർവേ ഒക്കെ നമ്മൾ എടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ സർവേ എടുക്കാൻ പറ്റിയ സന്തോഷത്തിൽ നമ്മൾ വേഗം തന്നെ നമ്മൾ ജങ്കാറേറി നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്നിട്ടാണ് ഗൈസ് നിങ്ങൾ കഷ്ടപ്പെട്ട് സർവേ എടുത്തത്. കഴിഞ്ഞില്ല. ശേഷം അവിടെ നിന്ന് നമ്മൾ ബസ് കയറി നമ്മൾ വീട്ടിലേക്ക് ഇപ്പം ഏതാനും നിമിഷത്തിനുള്ളിൽ എത്തും. വീട്ടിൽ പോയിട്ട് വേണം കിടന്നു. നല്ല പാട്ടല്ലേ അല്ലേ, നല്ല പാട്ട്. എനർജി ഔട്ടായി. നമ്മൾ വീടെത്തി. പിന്നെ നമുക്ക് ചെന്ന് കിടന്ന് ഉറങ്ങാനായിട്ടുണ്ട്. ടയേർഡാണ്, നോ എനർജി. ഇനി വീണ്ടും നാളെ കോളേജിൽ പോകണം. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് ഇന്ന് അവിടെ ചെന്ന് നമ്മൾ അവിടെ ചെന്നിട്ടാണ് നമ്മളിപ്പോൾ ഒരു സർവേ എടുത്തത്. അപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി റിസൈലിയൻസ് ഇൻ കോസ്റ്റൽ ഏരിയാസ് ആണ്. അപ്പോൾ വൈപ്പിനിലത് നമുക്ക് മനസ്സിലായത് അവിടെ ഇപ്പം എന്താണ് അത്യാവശ്യം മഴയൊക്കെ പെയ്തുകൊണ്ടിട്ട് അവിടേക്ക് എന്താണ് അവരുടെ വഴി എന്നൊക്കെ പറയുന്നത് ലൈക്ക് ഭയങ്കര വെള്ളമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം കാരണം കുറച്ച് വീടുകളിലൊന്നും ചെന്ന് സർവേ എടുക്കാൻ പറ്റിയില്ല.
ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവരുടേത് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പേരോടൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവർക്ക് സന്തോഷമായി, നമുക്കും സന്തോഷമായി ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ പറ്റിയതിൽ. പിന്നെന്താ അങ്ങനെ കുറേ, പിന്നെ അവിടെ എന്താ പറയുക, സ്ഥലം നൈസാണ്, പക്ഷെ അവർക്കുള്ള കുറച്ച് പ്രോബ്ലംസ് അവരിന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ പ്രൊജക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് സക്സസ്സിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമ്മളെ വൈവയായാലും എന്തായാലും നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് ഒരു കേസ് സ്റ്റഡി നടത്തിയപ്പോൾ കിട്ടി. ഇത്രയേ ഉള്ളൂ. അവിടുത്തെ ആൾക്കാരൊക്കെ നല്ലവരാട്ടോ. എല്ലാവരും ക്വസ്റ്റ്യൻസ് ചെന്നപ്പോൾ നമ്മൾ ഇന്ന് കരുതിയത് പറയത്തില്ലെന്നൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മളവിടെ ഇൻകം ചോദിക്കുന്നുണ്ട്, അവരുടെ എഡ്യൂക്കേഷൻ ലെവൽ എല്ലാം നമ്മൾ ചോദിക്കുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് വേണം സ്റ്റഡി ചെയ്യാൻ. അപ്പോൾ അവർ അത്രയും ആ ഒരു ആത്മാർത്ഥതയായിട്ട് എല്ലാം ചെയ്തപ്പോൾ സന്തോഷം തോന്നി. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ ഇനി കുറച്ച് സ്ഥലങ്ങളും കൂടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുമ്പളങ്ങി, ഫോർട്ട് കൊച്ചി അങ്ങനെ എടുക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്. ടാറ്റാ ബൈ സീ.